ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു തക്കാളി ചോറ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് 2 സവാളയും 3 തക്കാളിയും 3 പച്ചമുളകും കുറച്ച് മല്ലിയിലയും പുതിനയിലയും നമുക്ക് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ അതൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. അതേസമയം നമുക്കൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണയും നെയ്യും ഒഴിച്ചതിന് ശേഷം സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇട്ടിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം വഴച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഗ്രീൻ ചില്ലീസും ടൊമാറ്റോസും ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. ഈ തക്കാളി നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് അടച്ച് വെച്ച് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും അതൊന്ന് ഉടഞ്ഞ് കിട്ടാൻ പാകത്തിനായിക്കോളും. എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് അതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇത്.